Hello all, we have already studied what is meant by a finite element method, and we are going to learn more about finite element method. Till now we have studied only one dimensional element, so before going into detail or starting into sixth module, I'm just going to give an introduction on the finite element method. So what does a finite element method mean, or what is that? These are the things we are going to discuss. What are the important terms in that? All things we will discuss in this introduction video. Okay, then we will go to the next module's introduction part, interpolation function or sheaf function. Later we will study different types of triangular elements, linear triangular element, linear strain triangular element, constant strain triangular element, LST, that means LST and CST. Those are very important. Its derivation. So these are the things we are going to study. So before that, we are going to find out what are the things that we studied till now, and what are the things we have to remember before going in detail about those chapters. So മനസ്സിലാകാത്തവർക്ക് നമ്മൾ ഇത്രയും കാലം ഫൈനൈറ്റ് എലമെന്റ് മെത്തേഡ് ആണ് പഠിച്ചത്. അപ്പോൾ അതിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത്. ജസ്റ്റ് ഇത് കാണുക, ലിസൺ ചെയ്യുക, മനസ്സിലാക്കുക. ഓക്കെ, സോ വാട്ട് എക്സാക്ട്ലി ഡു യു അണ്ടർസ്റ്റാൻഡ് ബൈ FEM ഓർ FEA? നമ്മളിതിനെ FEM ആയിട്ടും പറയും, FEA ആയിട്ടും പറയും. അപ്പം എന്താണ് ഈ FEM അല്ലെ FEA? സോ in short, we can tell it as it's a computational technique or a mathematical technique used to obtain approximate solutions of boundary value problems in engineering. സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു കമ്പ്യൂട്ടേഷണൽ ടെക്നിക്കാണ്. കമ്പ്യൂട്ടേഷണൽ ടെക്നിക് ഓൾവേസ് റിലേറ്റഡ് ടു മാത്തമാറ്റിക്കൽ ടെക്നിക്. നമ്മൾ ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന ഒരു മാത്തമാറ്റിക്കൽ ടെക്നിക്കാണ്. ഓക്കെ, ഇത് എങ്ങനെന്താ ചെയ്യുന്നതെന്ന് ഉദ്ദേശിച്ചാൽ ബൗണ്ടറി വാല്യൂ പ്രോബ്ലംസ് ഉണ്ട്. ബൗണ്ടറിയിലെ ഓരോ ഭാഗത്തും ഓരോ ടൈമിനും ഓരോ ഇതിനനുസരിച്ച്, സ്റ്റാറ്റിക് ആണെങ്കിൽ ടൈം ചേഞ്ച് ചെയ്യത്തില്ല, ഡൈനാമിക് ആണെങ്കിൽ ടൈം ചേഞ്ച് ചെയ്യും. അപ്പോൾ ഓരോ ബൗണ്ടറി വാല്യൂസ് ഉണ്ട് സിറ്റുവേഷൻ അനുസരിച്ച്. അങ്ങനത്തെ പ്രോബ്ലംസിന്റെ അപ്രോക്സിമേറ്റ് സൊല്യൂഷൻസ് കണ്ടെത്താൻ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു കമ്പ്യൂട്ടേഷണൽ ടെക്നിക്കാണ് എന്തെന്ന് പറയുന്നത്, നമ്മുടെ FEA എന്ന് പറയുന്നതാണോ FEM എന്ന് പറയുന്നതാണോ? FEM എന്ന് പറയുന്നത് ഫൈനൈറ്റ് എലമെന്റ് മെത്തേഡ്. എന്താ ഇത് ചെയ്യുന്നത്? അത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം. അപ്പോൾ ഈ FEM എന്ന് പറയുന്നത് ഉപയോഗിച്ച് ചെയ്യുന്ന അനാലിസിസിന് പറയുന്ന പേരാണ് FEA. ഓക്കെ, ഫൈനൈറ്റ് എലമെന്റ് അനാലിസിസ്. മറ്റേത് FEM ആണ്, മെത്തേഡാണ്. അതൊരു മാത്തമാറ്റിക്കൽ കമ്പ്യൂട്ടേഷണൽ മെത്തേഡ്. കമ്പ്യൂട്ടറിൽ നമ്മൾ ഉപയോഗിച്ച് പ്രോഗ്രാം ചെയ്യുമ്പോൾ അതിന് ഒരു കമ്പ്യൂട്ടേഷണൽ മെത്തേഡ് ആവും, അല്ലെങ്കിൽ അതൊരു മാത്തമാറ്റിക്കൽ ടൂൾ മാത്രമാണ്. നമ്മൾ ഉപയോഗിക്കുന്ന പലതരം മാത്തമാറ്റിക്കൽ അപ്രോക്സിമേറ്റ് സൊല്യൂഷൻസിന് നമ്മൾ ഉപയോഗിക്കും. അപ്പോൾ അതിൻ്റെ അകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മാത്തമാറ്റിക്കൽ ടൂളാണ് ഫൈനൈറ്റ് എലമെന്റ് മെത്തേഡ്. ഓൾറെഡി ഞാനിത് നേരത്തെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട് എന്താണ് ഫൈനൈറ്റ് എലമെന്റ് മെത്തേഡ് എന്ന്. ഫോർ എക്സാമ്പിൾ, നമ്മളിപ്പോൾ ഒരു വലിയൊരു ബീമിൻ്റെ സ്ട്രെസ് നമ്മൾ കണ്ടുപിടിക്കണം, അല്ലെങ്കിൽ അതിൻ്റെ എൻഡിലുള്ള സ്ട്രെസ്സുകൾ കണ്ടുപിടിക്കണം, ഫിക്സ് ചെയ്തേക്കുന്ന പോയിന്റിലെ സ്ട്രെസ്സുകൾ കണ്ടുപിടിക്കണം. അപ്പം ബീം എന്ന് പറയുന്നത് എന്തുവാ? ഒരു ഫൈനൈറ്റ് എലമെന്റ് ആണ്. ഓൾറെഡി ഞാനിത് എക്സ്പ്ലെയിൻ ചെയ്തതാണ് ക്ലാസ്സിൽ. നമ്മളിതെല്ലാം നല്ല വൃത്തിയായിട്ട് പഠിച്ചതാണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ബട്ട് വാട്ട് എവർ, അങ്ങനത്തെ ഒരു ബീം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തുവാണ്? അതൊരു ഫൈനൈറ്റ് ആണ്, ഇൻഫൈനൈറ്റ് ആണ്. അതൊരു ഇൻഫൈനൈറ്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണ്, ഒരു പാർട്ടാണ്. ഒരു ബാറ്, ബീം എന്തെടുത്തു കഴിഞ്ഞാലും കൊള്ളാം. ഓക്കെ, അതൊരു ഇൻഫൈനൈറ്റ് ഇതാണ്. അതിൻ്റെ അത് ഇൻഫൈനൈറ്റ് ആയിട്ട് എലമെന്റുകൾ അടങ്ങിയിട്ടുണ്ട്, പാർട്ടിക്കിൾസ് അടങ്ങിയിട്ടുണ്ട്. നമുക്ക് അതിനെ തരംതിരിക്കാൻ പറ്റും. ഫൈനൈറ്റ് ആയിട്ട് ഒരു 10 സാധനങ്ങൾ അടങ്ങിയിട്ടുണ്ട്, അല്ലെ 10 മെറ്റീരിയലിന്റെ ഘടകങ്ങൾ അടങ്ങിയിട്ടുണ്ട്, അങ്ങനെ പറയാൻ പറ്റില്ല. അപ്പോൾ അതിനെ നമ്മൾ ഫൈനൈറ്റ് ആയിട്ട് ഡിവൈഡ് ചെയ്യുക. ഇപ്പം ഒരു ലോങ് ആയിട്ടുള്ള ഇതിനെ നമ്മൾ 10 ഡിവൈഡ് ചെയ്ത് ഓരോന്നിനും ഓരോരോ മീൻസ് 10 എണ്ണത്തിന്റെ ഒരു കൂട്ടം എന്ന് നമുക്ക് പറയാമല്ലോ ഫൈനൽ പ്രൊഡക്റ്റിനെ. അപ്പോൾ അതാണ് നമ്മൾ ചെയ്യുന്നത്. ഒരു ബിഗ് ആയിട്ടുള്ള ഒരു ഡൊമൈനെ എടുത്ത് ചെറിയ ഡൊമൈനുകളാക്കി, ചെറിയ എലമെന്റുകളാക്കി, ഡൊമൈനല്ല നമ്മൾ സ്റ്റഡി ചെയ്യാൻ വേണ്ടി എന്നുള്ള രീതിയിലാണ് നമ്മൾ അതിനെ എടുക്കുന്നത്. എന്നിട്ട് നമ്മൾ സോൾവ് ചെയ്തിട്ട് അതിനെ
എന്തുവാ ഇൻ്റഗ്രേറ്റ് ചെയ്ത് അല്ലെങ്കിൽ അപ്രോക്സിമേഷൻ മീൻസ് ഇതിൻ്റെ ഇതായ രീതിയിൽ നമ്മളതിനെ സോൾവ് ചെയ്തതിൻ്റെ പ്രോബ്ലം ഇതിൻ്റെ ഉത്തരങ്ങൾ കണ്ടുപിടിക്കുക ചെയ്യുന്നത്. അതപ്പോൾ അതാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു FEM അല്ലെങ്കിൽ FEA എന്ന് പറയുന്നത്. എല്ലാവർക്കും ചെറുതായിട്ടെങ്കിലും പിടി കിട്ടിയോ? നമ്മൾ നേരത്തെ പ്രോബ്ലം ചെയ്ത് നമ്മൾ 1 ഡയമെൻഷൻ പ്രോബ്ലം മാത്രമാണ് ഈ പറയുന്ന ഏത് മോഡ്യൂളിൽ 5th മോഡ്യൂളിൽ പഠിച്ചിട്ടുള്ളത്. 1 ഡയമെൻഷണൽ ലൈൻ എലമെൻറ്റിൻ്റെയും ബാർ എലമെൻറ്റിൻ്റെയും ഒക്കെ മാത്രമേ നമ്മൾ ചെയ്തിട്ടുള്ളൂ. 2 ഡയമെൻഷൻ എലമെൻറ്റ് ചെയ്തിട്ടില്ല. അവിടെ ഒറ്റ ഡയമെൻഷനിൽ മാത്രമേ ഡിസ്പ്ലേസ്മെൻറ്റ് അല്ലെങ്കിൽ ഒറ്റ ഡയമെൻഷനിൽ മാത്രമേ അവിടെ വേരിയേഷൻ വരുന്നുള്ളൂ. ഒന്നെങ്കിൽ X അല്ലെങ്കിൽ Y അല്ലെ Z. ബാക്കിയുള്ളിടത്തുണ്ടാകുന്ന ഒന്നും നമ്മൾ കൺസിഡർ ചെയ്തിട്ടേ ഇല്ല. ഓക്കെ, അപ്പോൾ FEM എല്ലാവർക്കും മനസ്സിലായി. ഫൈനൈറ്റ് എലമെൻറ്റ് മെത്തേഡ്. ലാർജായിട്ടുള്ള ഒരു ഡൊമൈനെ നമ്മൾ ചെറിയ ചെറിയ പീസുകളാക്കി മുറിച്ചിട്ട് ഓരോ പീസിനെയും നമ്മൾ സോൾവ് ചെയ്ത് അതിനെ അപ്രോക്സിമേറ്റ് ചെയ്ത് സൊല്യൂഷൻസ് കണ്ടുപിടിക്കുന്നു. ആ കിട്ടുന്ന സൊല്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒറിജിനലായിട്ടുള്ള സൊല്യൂഷനുമായിട്ട് ഒരു അപ്രോക്സിമേറ്റ് ബന്ധമേ കാണത്തുള്ളൂ. കറക്റ്റായിട്ടുള്ള ഫൈനൽ വാല്യൂ ആകാൻ സാധ്യത വളരെ കുറവാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഇതിനെ അപ്രോക്സിമേറ്റ് സൊല്യൂഷൻ എന്ന് പറയുന്നത്. ഓക്കെ, പിടികിട്ടിയില്ലേ? ചിലപ്പോൾ നമുക്ക് കിട്ടേണ്ട സ്ട്രെസ്സിൻ്റെ വാല്യൂ ചിലപ്പോൾ ഒരു 100 MPa എന്നുള്ളതായിരിക്കാം. പക്ഷെ നമുക്ക് കിട്ടുന്നത് ചിലപ്പോൾ ഒരു 70-80 ഒക്കെ ആയിരിക്കാം. അത്രയും ഒരു ഡിഫറൻസ് വരും. അത് ഞാൻ പിന്നെ പറഞ്ഞാലും നമ്മൾ എലമെൻ്റ് ആക്കി ഡിവൈഡ് ചെയ്യും. എത്രത്തോളം ഈ ഫൈനൈറ്റിനെ നമ്മൾ ഇൻഫൈനൈറ്റിനോട് അടുത്ത് വരുത്താൻ ശ്രമിക്കുന്നുവോ, അതായത് നമുക്കതിനെ കട്ട് ചെയ്ത് വളരെ കൂടുതൽ എണ്ണമായിട്ട് നമ്മളതിനെ കട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എണ്ണാൻ പറ്റും, എന്നാൽ പോലും അതിൻ്റെ എണ്ണം കൂടും. അപ്പോൾ ആ സൊല്യൂഷൻ്റെ അപ്രോക്സിമേഷൻ വളരെയധികം കൃത്യമായി വരും. ഓക്കെ, ഇപ്പോൾ നമ്മളൊരു 2 10 ഒക്കെ മുറിച്ച് കഴിഞ്ഞാൽ സൊല്യൂഷനും ഒറിജിനൽ സൊല്യൂഷനും അപ്രോക്സിമേറ്റ് സൊല്യൂഷനും തമ്മിൽ വളരെ നല്ല വ്യത്യാസം ഉണ്ടാവും. ഓക്കെ, അപ്പോൾ അതൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് വരുന്ന സമയത്ത് നമ്മളത് പഠിക്കും. സോ ഇത്രയാണ് ഈ പറയുന്ന FEM എന്ന് പറയുന്നത്, ഫൈനൈറ്റ് എലമെന്റ് മെത്തേഡ്. ഇത് ഉപയോഗിച്ച് നമ്മൾ സ്ട്രക്ചറൽ പ്രോബ്ലം അല്ലെങ്കിൽ തെർമൽ പ്രോബ്ലം, ഇലക്ട്രോമാഗ്നറ്റിക് പ്രോബ്ലം, ഇങ്ങനെ പലതരം പ്രോബ്ലംസിനെ നമ്മൾ സൊല്യൂഷൻസ് കണ്ടുപിടിക്കും. എന്നിട്ട് സൊല്യൂഷനെ അനലൈസ് ചെയ്യും. അനലൈസ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ചില റിസൾട്ടുകളാണ്. ആ റിസൾട്ടുകളെ നമ്മൾ പഠിക്കണം. എന്നിട്ട് അതിന് എന്തെങ്കിലും കറക്റ്റായിട്ട് ബന്ധമുള്ള ഒരു മീനിങ് ഫുൾ ആയിട്ടുള്ള അർത്ഥം നമ്മൾ അതിൻ്റെ അതൊന്ന് കണ്ടുപിടിക്കണം. അതിനെയാണ് ആക്ച്വലി അനലൈസിസ് എന്ന് പറയുന്നത്. അപ്പം സ്ട്രക്ചറൽ അനാലിസിസ് നമ്മൾ ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് കിട്ടുന്ന റിസൾട്ടുകൾ ചിലപ്പം ഡിസ്പ്ലേസ്മെൻ്റ് ആയിരിക്കാം, അല്ലെ സ്ട്രെസ് ആയിരിക്കാം, ചിലപ്പോൾ സ്ട്രെയിൻ ആയിരിക്കാം. അപ്പോൾ ഇങ്ങനത്തെ കുറേ കാര്യങ്ങളാണ് നമുക്ക് റിസൾട്ടായിട്ട് കിട്ടുന്നത്. ഈ റിസൾട്ടുകൾ എന്താ മീൻ ചെയ്യുന്നതെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കണം. ഒരു വാല്യൂ മാത്രമേ റിസൾട്ട് കാണത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഇന്റേണലി അല്ലെങ്കിൽ മീനിങ് ഫുൾ ആയിട്ട് നമുക്ക് എന്താണോ മനസ്സിലാക്കാൻ പറ്റുന്നത് അതാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ അതിനെയാണ് എന്തെന്ന് പറയുന്നത്, ഫൈനൈറ്റ് എലമെന്റ് അനാലിസിസ് എന്ന് പറയുന്നത്. അപ്പോൾ അതിനാണ് നമ്മൾ പ്രധാനമായിട്ട് സോഫ്റ്റ്വെയർസ് നമ്മൾ യൂസ് ചെയ്യുന്നത്. നമ്മുടെ ആൻസിസ്, അബാക്കസ്, ഫ്യൂഷൻ 360 പോലും വി ആർ യൂസിങ് ദിസ് ടെക്നിക് ടു ഫൈൻഡ് ഔട്ട് ദ സൊല്യൂഷൻ ഓർ അനലൈസ്. അപ്പോൾ അതിൻ്റെ അത് ഫാക്ടർ ഓഫ് സേഫ്റ്റി ഒക്കെ കാണിക്കും. ഫാക്ടർ ഓഫ് സേഫ്റ്റി ഇതൊക്കെ ഓൾറെഡി നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള ഇതൊക്കെ എന്താണെന്ന് നിങ്ങൾക്കറിയാം. സോ ദർ ഇസ് നോ പ്രോബ്ലം. സോ ഇതൊക്കെയാണ് കാര്യങ്ങൾ. ഇപ്പം ഫൈനൈറ്റ് എലമെന്റ് മെത്തേഡ്, ഫൈനൈറ്റ് എലമെന്റ് അനാലിസിസ്, ഇതിനെക്കുറിച്ചൊക്കെ ഒരു ഓർമ്മ തിരിച്ചു കിട്ടിയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഓക്കെ, next we are going to see or going to explain on different steps in FEA or FEM. പ്രധാനമായിട്ട് 3 സ്റ്റെപ്പുകളാണ് FEAയിലുള്ളത്, അനലൈസ് ചെയ്യുമ്പോഴത്തേക്കുള്ളത്. ഒന്ന് പ്രീ പ്രോസസ്സിങ്, അടുത്തത് സോൾവിങ്, നെക്സ്റ്റ് വൺ ഈസ് പോസ്റ്റ് പ്രോസസ്സിങ്. പ്രീ പ്രോസസ്സിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു പ്രോബ്ലം സോൾവ് ചെയ്യാൻ പോകുന്നതിന് മുമ്പ് കുറേയേറെ കാര്യങ്ങൾ ചെയ്യണം. ഓക്കെ, ഒന്ന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഇൻ്റർപോളേഷൻ ഫങ്ഷൻസ് കണ്ടുപിടിക്കണം, ഷേപ്പ് ഫങ്ഷൻ കണ്ടുപിടിക്കണം, അതിനെ മെഷ് ചെയ്യണം, അതിന് വേണ്ട ലോഡിങ് കൊടുക്കണം, ബൗണ്ടറി കണ്ടീഷൻസ് കൊടുക്കണം. അതായത് അതിനെ സോൾവ് ചെയ്യുന്നതിന് മുമ്പ് ചെയ്യേണ്ട കുറേ പ്രക്രിയകളുണ്ട്. അതെല്ലാം ചെയ്തു വെച്ചാൽ മാത്രമേ നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റൂ. സോൾവിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനെ പല മെത്തേഡുകൾ ഉപയോഗിച്ച് ഇതിനെ സോൾവ് ചെയ്ത് റിസൾട്ടുകൾ ഉണ്ടാക്കിയെടുക്കാം. റിസൾട്ടുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല രൂപത്തിലായിരിക്കാം റിസൾട്ടുകളുള്ളത്. ചിലപ്പം സ്ട്രെസ് ആയിട്ടായിരിക്കാം, ചിലപ്പം സ്ട്രെയിൻ ആയിട്ടായിരിക്കാം, ചിലപ്പം ഡിസ്പ്ലേസ്മെൻ്റ് ആയിരിക്കാം, ഡീഫോർമേഷൻ ആയിട്ടായിരിക്കാം. സോ അങ്ങനെ സോൾവ് ചെയ്യുക. പോസ്റ്റ് പ്രോസസ്സിങ്,
ഇനിയും നെക്സ്റ്റ് സ്റ്റെപ്പാണ് പോസ്റ്റ് പ്രോസസ്സിംഗ്. പോസ്റ്റ് പ്രോസസ്സിംഗ് എന്ന് പറഞ്ഞാൽ സോൾവ് ചെയ്ത് കിട്ടുന്ന റിസൾട്ടിനെ നമുക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ, അല്ലെ നമ്മൾ കളർഫുള്ളായിട്ടുള്ള പടങ്ങളൊക്കെ തുടക്കത്തിൽ കണ്ടല്ലോ, അതുപോലത്തെ കളർഫുള്ളായിട്ട് കാണിക്കുക, നമ്മളെ അണ്ടർസ്റ്റാൻഡ് ചെയ്യിച്ചു തരിക, മനസ്സിലാക്കി എടുപ്പിക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന രീതിയിൽ ഒരു ഗ്രാഫിക്കലി അല്ലെങ്കിൽ ഡയഗ്രാമാറ്റിക്കലി ഒക്കെ അതിനെ റെപ്രസെന്റ് ചെയ്ത് കാണിക്കുന്ന ആ മെത്തേഡിന് പറയുന്ന പേരാണ് പോസ്റ്റ് പ്രോസസ്സിംഗ്. സോ ഇത്രയാണ് FEAയിലെ പ്രധാനമായിട്ടുള്ള സ്റ്റെപ്പുകൾ. നിങ്ങളിപ്പം കമ്പ്യൂട്ടേഷണൽ അനാലിസിസ് സോഫ്റ്റ്വെയർ ചെയ്യുവാണെങ്കിൽ ഈ 3 കാര്യങ്ങൾ ചെയ്താലേ നിങ്ങൾക്ക് FEA കംപ്ലീറ്റഡ് ആകത്തുള്ളൂ. നിങ്ങൾ പേപ്പറിൽ എഴുതി ചെറിയ പ്രോബ്ലംസ് സോൾവ് ചെയ്യുവാണെങ്കിലും ഈ സെയിം രീതി തന്നെയാണ്. ആദ്യം പ്രീ പ്രോസസ്സിംഗ് ചെയ്യണം, നിങ്ങൾക്ക് എത്രയായിട്ട് ഡിവൈഡ് ചെയ്യണമെന്ന് കണ്ടുപിടിക്കണം. ഓക്കെ, എന്നിട്ട് അതിന് ബൗണ്ടറി കണ്ടീഷൻസ് കാണണം, ലോഡ് എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കണം. ഓക്കെ, എന്നിട്ട് നിങ്ങളത് സോൾവ് ചെയ്യുന്നു. മെട്രിക്സ് ഒക്കെ ആക്കി പല ഇക്വേഷൻസ് ഉണ്ടാക്കി അതിനെ നിങ്ങൾ സോൾവ് ചെയ്യും. എന്നിട്ട് സോൾവ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ എന്ത് കിട്ടും? ഡിഫോർമേഷൻ അല്ലെ ഡിഫ്ലക്ഷൻ, ഈ പറയുന്ന കാര്യങ്ങളൊക്കെ കിട്ടും. എന്നിട്ട് അതിനെ നിങ്ങൾ പോസ്റ്റ് പ്രോസസ് ചെയ്ത്, പോസ്റ്റ് പ്രോസസ്സിങ് നിങ്ങൾ സോൾവ് ചെയ്യുമ്പം കിട്ടത്തില്ല, അല്ലാത്തപ്പം നിങ്ങൾക്ക് കിട്ടും. സോ ഇതാണ് FEAയുടെ പ്രധാന സ്റ്റെപ്പുകൾ. നെക്സ്റ്റ് നമ്മൾ കാണാൻ പോകുന്നത് ഇതിൻ്റെ ആദ്യത്തെ, ഞാനിപ്പോൾ എക്സ്പ്ലെയിൻ ചെയ്തത് തന്നെ കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നതാണ്. എന്താണ് പ്രീ പ്രോസസ്സിംഗ് എന്നുള്ളത്? പ്രീ പ്രോസസ്സിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൾറെഡി പറഞ്ഞു, നമ്മൾ ആ ചെയ്യാൻ പോകുന്ന പ്രോബ്ലത്തിൻ്റെ ഒരുക്കുകയാണ് ചെയ്യുന്നത്, അല്ലെ അതിനെ ഡിഫൈൻ ചെയ്യുക ചെയ്യുന്നത്. കറക്റ്റായിട്ട് നമ്മൾ ഓരോ കാര്യങ്ങളും മീൻസ് ഇൻക്ലൂഡ് ചെയ്യുന്നതിനനുസരിച്ചായിരിക്കും നമുക്ക് കിട്ടുന്ന റിസൾട്ടിൻ്റെ അക്യുറസി, അല്ലെ റിസൾട്ടിൻ്റെ മീൻസ് റിസൾട്ട് കറക്റ്റ് ആകത്തുള്ളൂ. നമുക്ക് വേണ്ട കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് കൊടുക്കണം. സോഫ്റ്റ്വെയർ ആണെങ്കിലും കൊള്ളാം, നമ്മൾ പ്രോബ്ലം ചെയ്യുമ്പോഴാണെങ്കിലും കൊള്ളാം. ചിലപ്പോൾ ചില ഫാക്ടേഴ്സ് നമ്മൾ കൺസിഡർ ചെയ്തില്ല എങ്കിൽ അത് പ്രോബ്ലമാണ്. ഓക്കെ, അപ്പം നമ്മൾ ചെയ്യുന്ന മോഡലിനെ ഡിഫൈൻ ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ പ്രധാനമായിട്ട് ചെയ്യുന്നത്. അപ്പം ആദ്യം നമ്മൾ ചെയ്യുന്ന അതിൻ്റെ ജോമെട്രിക് ഡൊമൈനെ ഡിഫൈൻ ചെയ്യും. അതിൻ്റെ ജോമെട്രിക്കലി അതിൻ്റെ ഷേപ്പ് എങ്ങനെ, അതിൻ്റെ കണ്ടിന്യൂറ്റി എങ്ങനെ, ഏതൊക്കെ മെറ്റീരിയലാണ്, അങ്ങനത്തെ കാര്യങ്ങൾ. മെറ്റീരിയൽ വേറെ വരുന്നുണ്ട്. ഓക്കെ, ജോമെട്രിക്കലി അതിൻ്റെ സൈസ്, ഷേപ്പ്, ഇങ്ങനത്തെ കാര്യങ്ങൾ. രണ്ടാമത്തെയാണ് അതിൻ്റെ എലമെൻ്റൽ ടൈപ്സ്. നമ്മളിത് ചെയ്യും. എന്താ എലമെൻറ്റ്, അത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ലേറ്റ് സ്റ്റേജ് ഞാൻ പറഞ്ഞു തരാം എന്താണ് ഒരു എലമെൻ്റ് എന്നുള്ളത്. ബട്ട് വാട്ട് അബൌട്ട് അതിൻ്റെ എലമെൻറ്റിനെ നമ്മൾ ഡിഫൈൻ ചെയ്യും. 1 ഡയമെൻഷണൽ പ്രോബ്ലം ആണ് 1 ഡയമെൻഷണൽ എലമെൻറ്റ്, 2 ഡയമെൻഷണൽ പ്രോബ്ലം ആണ് 2 ഡയമെൻഷണൽ എലമെൻറ്റ്, 3 ഡയമെൻഷണൽ എലമെൻറ്റ്. 1 ഡയമെൻഷണൽ എലമെൻറ്റ് എന്നൊക്കെ പറഞ്ഞാൽ ലൈൻ എലമെൻറ്റ്, ബാർ എലമെൻ്റ് ഒക്കെയാണ്. 2D എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ട്രയാങ്കുലർ, റെക്ടാങ്കുലർ, ടെട്രാഹെഡ്രൽ, അങ്ങനത്തെ ഇതാണ് മീൻസ് ക്വാഡ്രിലാറ്ററൽ. ഓക്കെ, മറ്റേന്ന് പറഞ്ഞാൽ ടെട്രാഹെഡ്രൽ, ഹെക്സാഹെഡ്രൽ, ഇങ്ങനത്തെ ഇതാണ് 3 ഡയമെൻഷൻ. പിന്നെ ആക്സിസിമെട്രിക് ആയിട്ടുള്ള പലതരം എലമെൻറ്റുകളുണ്ട്. പിന്നെ മൂന്നാമത് നമ്മൾ ചെയ്യുന്ന മെറ്റീരിയൽ പ്രോപ്പർട്ടീസ് നമ്മൾ എലമെൻറ്റിന് കൊടുക്കും. നമ്മുടെ ഈ ജോമെട്രിക്കലി ഇപ്പം ഒരു ബാർ എടുത്തു, കോൺക്രീറ്റ് ബാർ ആണെങ്കിൽ അതിൻ്റെ അത് കോൺക്രീറ്റ് ആണ്, കോൺക്രീറ്റിന് ഒരു പ്രോപ്പർട്ടി ഉണ്ടാകാം. അല്ലാതെ സ്റ്റീലാണെങ്കിൽ സ്റ്റീൽ ബാറാണ്, സ്റ്റീലിനൊരു പ്രോപ്പർട്ടി ഉണ്ടാകും. ഈ എലമെൻറ്റിന് മുഴുവൻ ഈ പ്രോപ്പർട്ടിയാണ്. അപ്പോൾ നമ്മളെടുക്കുന്ന പ്രോഡക്റ്റിൻ്റെ ഒരു സ്ഥലത്ത് ഒരു പ്രത്യേക തരം മെറ്റീരിയലും വേറെ സ്ഥലത്ത് വേറൊരു മെറ്റീരിയലും ആണെങ്കിൽ നമ്മളവിടുത്തെ മെറ്റീരിയലിന് ചേഞ്ച് വന്നു, അതിൻ്റെ പ്രോപ്പർട്ടീന് ചേഞ്ച് വന്നു. അപ്പം ഓരോ സ്ഥലത്തുമുള്ള അതിനനുസരിച്ച് ചൂസ് ചെയ്യണം. അവിടെ മെറ്റീരിയൽ ഡിസ്കണ്ടിന്യൂറ്റി ഉണ്ടായി. സോ അതിനെ ആ രീതിയിൽ ഡിഫൈൻ ചെയ്യണം. പിന്നെ പ്രീ പ്രോസസ് ചെയ്യുന്ന വേറൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരിതാണ് അതിൻ്റെ ജോമെട്രിക് പ്രോപ്പർട്ടീസ്. മെറ്റീരിയൽ പ്രോപ്പർട്ടികൾ തന്നെ ജോമെട്രിക് പ്രോപ്പർട്ടി ഉണ്ട്. അതിൻ്റെ ലൈന്, ഏരിയ, ലെങ്ത്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. കാരണം സ്ട്രെസ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കണ്ടുപിടിക്കണമെങ്കിൽ ഫോഴ്സ് ബൈ ഏരിയ, ഏത് ഏരിയയിലാണ് അത് ആക്ട് ചെയ്യുന്നത്, ഇതൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കണം. സോ ഇങ്ങനത്തെ കാര്യങ്ങൾ കറക്റ്റായിട്ട് ഡിഫൈൻ ചെയ്യണം. പിന്നെ അതിൻ്റെ എലമെൻറ്റ് കണക്ടിവിറ്റിയെ കറക്റ്റായിട്ട് ഡിഫൈൻ ചെയ്യണം. അതായത് മെഷിങ് എങ്ങനെയാണ് ചെയ്യുന്നത്. പിന്നെ ഏറ്റവും പ്രധാനമായിട്ടുള്ള കാര്യങ്ങളാണ് അടുത്ത് ലോഡിംഗ് എന്ന് പറയും. ലോഡിങ്ങിൻ്റെ അകത്ത് 2 ഘടകങ്ങളുണ്ട് പ്രധാനമായിട്ടും. ഒന്ന് ബൗണ്ടറി കണ്ടീഷൻസ്. ബൗണ്ടറി കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ ഏതൊക്കെ അതിൻ്റെ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ഫ്രീ ആണ്, എന്തൊക്കെയാണ് അതിൻ്റെ കൺസ്ട്രെയിൻഡ് ആയിട്ടുള്ളത്, ഇത് കറക്റ്റായിട്ട് ഡിഫൈൻ ചെയ്യണം. എന്നാൽ മാത്രമേ നമുക്ക് പ്രോബ്ലം സോൾവ് കറക്റ്റായിട്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. അത് എന്തെങ്കിലും ഒന്ന് മാറിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന റിസൾട്ട് എൻറ്റയർലി ഡിഫറെൻ്റ് ആയിരിക്കും. പിന്നെ നമ്മൾ കറക്റ്റായിട്ട് ലോഡിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോയിന്റ് ലോഡ് ഉണ്ട്, UDL ഉണ്ട്, UVL ഉണ്ട്. ഏത് ടൈപ്പ് ലോഡിംഗ് ആണ്, ഓരോന്നിൻ്റെയും പോയിന്റ് എവിടെയാണ് ചെയ്യുന്നത്, എവിടെ പോയിന്റ് ചെയ്യുന്നത്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് ഡിഫൈൻ ചെയ്യണം. അപ്പം ഈ എൻ്റയർലി മുഴുവനായിട്ട് ഇത്രയും ചെയ്യുന്ന ഇതിന് പറയുന്ന പേരാണ് പ്രീ പ്രോസസ്സിങ്. പിന്നെ നമ്മൾ വി ആർ ഡിഫൈനിങ് ദ മോഡൽ, കംപ്ലീറ്റ്ലി ഡിഫൈനിങ്. ആ മോഡലിനെ നമ്മൾ പ്രോബ്ലം ഇപ്പം നമ്മൾ ഒരുക്കി വിടുകയാണ് ചെയ്യുന്നത്. ഓക്കെ, എന്തെങ്കിലും ഒരു പ്രവൃത്തി ചെയ്യുന്നതിന് അപ്പം അതിനെയാണ് ഈ പ്രീ പ്രോസസ്സിംഗ് എന്ന് പറയുന്നത്, അല്ലെ? ദിസ് ഈസ് വാട്ട് ഈസ് മീൻ ബൈ പ്രീ പ്രോസസ്സിംഗ്. ഡിഫൈനിങ് ജോമെട്രിക് ഡൊമൈൻ, ഡിഫൈനിങ് എലമെന്റ് ടൈപ്സ്, defining the material property and geometric property,
defining element connectivity and physical constraints, and loading. These all things have to be given in a very accurate way, otherwise you will not get any correct answer. So this is all about pre-processing. Next we will go to and see സോൾവിങ് എന്ന് പറയുന്നതാണ്. എന്താ സോൾവിങ്? പ്രോബ്ലത്തെ നമ്മൾ സോൾവ് ചെയ്യുന്നത്. ഫൈനൈറ്റ് എലമെന്റ്സ് ഇപ്പം കമ്പ്യൂട്ടേഷനാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ അതിൻ്റെ സോഫ്റ്റ്വെയർ ഈ പറയുന്ന നമ്മൾ ഗവേൺ ചെയ്യുന്ന ഇക്വേഷൻസിനെ എല്ലാത്തിനും മെട്രിക്സ് ഫോമിലാക്കി അതിനെ കമ്പ്യൂട്ട് ചെയ്ത് പ്രധാനമായിട്ട് വേണ്ട ഫീൽഡ് വേരിയബിൾ കണ്ടുപിടിക്കും. നമ്മുടെ മെയിനായിട്ടുള്ള ഫീൽഡ് വേരിയബിൾ എപ്പോഴും ഡിസ്പ്ലേസ്മെന്റ് ഫംഗ്ഷൻ ആയിരിക്കും. ഡിസ്പ്ലേസ്മെന്റ് ആയിരിക്കും കണ്ടുപിടിക്കുന്നത്, അല്ലെങ്കിൽ അതിൻ്റെ അകത്തുണ്ടാകുന്ന ഡിഫോർമേഷൻ. എന്നിട്ട് ഈ പറയുന്ന കാര്യങ്ങളെല്ലാം കമ്പ്യൂട്ട് ചെയ്ത് ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ കണ്ടുപിടിക്കും. ഫോഴ്സസ്, റിയാക്ഷൻ ഫോഴ്സസ്, സ്ട്രെസ്സസ്, ഹീറ്റ് ഫ്ലോ, സ്ട്രെയിന്. അപ്പോൾ ഇതാണ് നമ്മുടെ സൊല്യൂഷൻ എന്ന് പറയുന്നത്. നമ്മൾ പ്രധാനമായിട്ട് എഴുതി ചെയ്യുമ്പോൾ നമ്മൾ ചെയ്യുന്ന സോൾവ്യൂഷൻ മാത്രമേ ചെയ്യുന്നത്. ഈ രണ്ട് കാര്യങ്ങളാണ് നമ്മൾ പ്രധാനമായിട്ട് ചെയ്യുന്നത്. പോസ്റ്റ് പ്രോസസ്സിങ്ങും സൊല്യൂഷനും. പ്രധാനമായിട്ട് സൊല്യൂഷനാണ് നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, സോ ഇനി അടുത്ത എന്താ ഉള്ളത്? പ്രീ പ്രോസസ്സിംഗ് ആയി, സൊല്യൂഷനായി, ഇനി പോസ്റ്റ് പ്രോസസ്സിംഗ് ആണ്. പോസ്റ്റ് പ്രോസസ്സിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അതിൻ്റെ അകത്തെ സ്ട്രെസ്സസ് അതിൻ്റെ മാഗ്നിറ്റ്യൂഡിനനുസരിച്ച് അതിനെ സോർട്ട് ചെയ്തെടുക്കുക, അതിൻ്റെ ഇക്വിലിബ്രിയം കാൽക്കുലേറ്റ് ചെയ്യുക, ഫാക്ടർ ഓഫ് സേഫ്റ്റി കാൽക്കുലേറ്റ് ചെയ്യുക, അതിൻ്റെ ഷേപ്പ് മീൻസ് അനലൈസ് ചെയ്യുമ്പോഴത്തേക്ക് ഒരു ഫോഴ്സ് അപ്ലൈ ചെയ്യുക, ഒരു സ്ട്രെസ് ഒക്കെ ഉണ്ടാകുമ്പോൾ അതിനുണ്ടാകുന്ന ഡിഫോർമേഷൻ്റെ ഷേപ്പ് ഏത് രീതിയിലാണ് ചേഞ്ച് വരുന്നത്. ഇപ്പം ഡൈനാമിക്കുണ്ട്, സ്റ്റാറ്റിക്കുണ്ട്. ഡൈനാമിക് എന്ന് വെച്ചാൽ ടൈമിനനുസരിച്ച് വരുന്ന ചേഞ്ചാണ്. അപ്പം ഡൈനാമിക് മോഡൽ എങ്ങനെയാണ് ബിഹേവ് ചെയ്യുന്നത്, അതിനെ ആനിമേറ്റ് ചെയ്യുക, ഒരു വീഡിയോ ടോട്ടലി ഉണ്ടാക്കി കാണിക്കുക. പിന്നെ ഇതിനുണ്ടാകുന്ന വേരിയേഷൻസ് കളർ കോഡ് വെച്ച് കോണ്ടൂഴ്സിലുണ്ടാകുന്ന വേരിയേഷൻസ് കറക്റ്റായിട്ട് കാണിക്കുക. അപ്പം ഇതൊക്കെയാണ് ആക്ച്വലി പോസ്റ്റ് പ്രോസസ്സിങ്ങിൻ്റെ അത് ചെയ്യുന്നത്. പ്രധാനമായിട്ട് നമുക്ക് കിട്ടിയ സൊല്യൂഷന് സോൾവ് ചെയ്തപ്പോൾ കിട്ടിയ സൊല്യൂഷനെ അനലൈസ് ചെയ്ത് അതിനെ ഇവാലുവേറ്റ് ചെയ്യുകയാണ് ഈ പോസ്റ്റ് പ്രോസസ്സിങ് പ്രധാനമായിട്ടും ചെയ്യുന്നത്. ഓക്കെ, ഇനി നമുക്ക് പ്രധാനമായിട്ട് കാണേണ്ടത് നമ്മൾ ഇത്രയും നേരത്തെ പഠിച്ചതിൻ്റെ അകത്ത് ചെറിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടേംസ് ആണ്. അതൊക്കെ എന്തൊക്കെയാണെന്നാണ് നമുക്ക് പ്രധാനമായിട്ട് മനസ്സിലാക്കേണ്ടത്. അപ്പം ആദ്യമായിട്ടുള്ളത് എലമെൻറ്റ്. എലമെൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൾറെഡി ഞാൻ പറഞ്ഞു എന്താ എലമെൻ്റ് എന്ന്. നമുക്ക് കിട്ടുന്ന ആ ടോട്ടലായിട്ടുള്ള സ്ട്രക്ചറിനെ ചെറുതായിട്ട് നമ്മൾ ഫൈനൈറ്റ് എലമെൻറ്റുകളാക്കിയാണ് നമ്മൾ മുറിക്കുന്നത്. അപ്പോൾ ആ ഒരു സിംഗിളായിട്ടുള്ള ആ ഒരു ഭാഗത്തിന് പറയുന്ന പേരാണ് എലമെൻറ്റ്. ഇത് പ്രോബ്ലത്തിനനുസരിച്ച് വേരി ചെയ്യും. 1 ഡയമെൻഷണൽ പ്രോബ്ലം ആണെങ്കിൽ 1 ഡയമെൻഷണൽ എലമെൻറ്റുകളാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. 2 ഡയമെൻഷൻ ആണെങ്കിൽ 2 ഡയമെൻഷൻ എലമെൻറ്റ് യൂസ് ചെയ്യും. 3 ഡയമെൻഷൻ ആണെങ്കിൽ 3 ഡയമെൻഷൻ എലമെൻറ്റ് യൂസ് ചെയ്യും. അതിൻ്റെ എക്സാമ്പിൾസ് 1 ഡയമെൻഷൻ്റെ ബാർ, ബീം, ഇതൊക്കെ ഈ നെക്സ്റ്റ് ഫിഗറിലുണ്ട്. ബാർ എന്തെങ്ങനെയാണ്, ബീം എങ്ങനെയാണ് ഇരിക്കുന്നതെന്ന്. 2 ഡയമെൻഷൻ ട്രയാങ്കുലർ, റെക്ടാങ്കുലർ, ക്വാഡ്രിലാറ്ററൽ, ഇങ്ങനെ പല ഇതുണ്ട്. 3 ഡയമെൻഷനിലാണേലും ടെട്രാഹെഡ്രൽ, ഹെക്സാഹെഡ്രൽ, ഇങ്ങനത്തെ കുറേ എലമെൻറ്റുകൾ. പിന്നെ ആക്സിസിമെട്രിക് എലമെൻറ്റുകളുണ്ട്. ഇതിനെയാണ് ഈ എലമെൻ്റ്, ആ ചെറിയ ചെറിയ ആ ഡൊമൈനിൽ ഉപയോഗിക്കുന്ന ആ പീസിന് പറയുന്ന ആ പേരാണ്, അതിന് പറയുന്ന പേരാണ് എലമെൻറ്റുകൾ എന്ന്. ഓക്കെ, നിങ്ങൾ ഓൾറെഡി എല്ലാവർക്കും അറിയാവുന്ന തോന്നുന്നു. സോ നെക്സ്റ്റ് സ്ലൈഡ് ഫിഗറിൽ നോക്കുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ഇതെല്ലാം മനസ്സിലാകും. എല്ലാവരും ഇപ്പോൾ എലമെൻറ്റുകൾ കണ്ടെന്ന് തോന്നുന്നു. ബാർ എലമെൻറ്റുകൾ നമുക്ക് കാണാം. ട്രയാങ്കുലർ എലമെന്റ്. ബാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ലൈൻ പോലെ തന്നെ അതിന് 2 എൻഡുകളിൽ ഓരോ നമ്പറിങ് കാണാം, 1, 2. അതിന് പറയുന്ന പേരാണ് നോഡ്. നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യും എന്താ നോഡെന്ന് ഈ അടുത്ത ഇതിൻ്റെ അകത്ത് എക്സ്പ്ലെയിൻ ചെയ്യും. ഇമ്പോർട്ടൻറ്റ് ടേമിൻ്റെ. ട്രയാങ്കുലർ നോക്കുകയാണെങ്കിൽ ഒരു ട്രയാങ്കിൾ പോലത്തെ എലമെന്റ്, അതായത് ലാർജറായിട്ടുള്ള പീസിനെ നമ്മൾ ട്രയാങ്കുലർ എലമെന്റുകളാക്കിയാണ് നമ്മളതിനെ ഡിവൈഡ് ചെയ്തെടുക്കുന്നത്. റെക്ടാങ്കുലർ എലമെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാലും സെയിം തന്നെ, റെക്ടാങ്കിൾ ഷേപ്പിലുള്ള. ആദ്യത്തെ ബാർ എലമെന്റ് 1 ഡയമെൻഷനിലായിരുന്നു, മറ്റേത് രണ്ടും 2 ഡയമെൻഷനിലാണ്. ഇനി മൂന്നാമത്തേന്ന് പറഞ്ഞാൽ ടെട്രാഹെഡ്രൽ എലമെന്റും ഉണ്ട്, ഹെക്സാഹെഡ്രൽ എലമെന്റും ഉണ്ട്. അപ്പോൾ അത് നിങ്ങൾക്ക് മനസ്സിലായി അത് എന്ത് ടൈപ്പ് എലമെന്റുകളാണെന്നും. ആക്സിസ് സിമെട്രിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ആക്സിസിന് സിമെട്രിക് ആയിട്ടുള്ള എലമെന്റ്. ഓക്കെ, നമ്മളത് ചിലപ്പം 2D ചെയ്തിട്ട് 3D കൺവേർട്ട് ചെയ്യാനായിട്ട് വളരെ എളുപ്പമാണ് ഈ ആക്സിസ് സിമെട്രിക്കൽ എലമെന്റുകൾ. നമ്മൾ 2D FE ആയിരിക്കും ചെയ്യുന്നത്, പക്ഷെ നമുക്ക് 3D കിട്ടുന്നതിന് തുല്യമായിട്ടുള്ള റിസൾട്ടുകൾ നമുക്ക് കിട്ടും ഈ ആക്സിസ് സിമെട്രിക്കലായിട്ടുള്ള പ്രോബ്ലംസ് നമ്മൾ സോൾവ് ചെയ്യുമ്പോഴത്തേക്കും. അത്രയുള്ള ഇത് തമ്മിലുള്ള ഡിഫറൻസ്. അപ്പം എലമെന്റുകൾ എല്ലാവർക്കും മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഓക്കെ, ഇനി അടുത്തതാണ് മെഷിങ്. ഇമ്പോർട്ടൻ്റ് ആയിട്ട് എന്താ മെഷിങ്?
നമ്മളിപ്പോൾ എലമെന്റുകൾ കണ്ടു. ഇതിനു മുമ്പ് കാണേണ്ട ആയിരുന്നു ഏകദേശം, ബട്ട് സാരമില്ല. മെഷിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇതിനെ ഡിസ്ക്രീറ്റൈസ് ചെയ്യുന്ന ആ പ്രോസസ്സിന് പറയുന്ന പേരാണ് മെഷിംഗ്. നിങ്ങൾ ഇതിൻ്റെ അത് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു പ്രോസ്തറ്റിക് ഹാൻഡിൻ്റെ ഒരു ചെറിയ മോഡലാണ് അതിൻ്റെ അത് കാണിക്കുന്നത്. ആ മോഡലിനെ നമ്മൾ ആ മോഡൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് ഇൻഫൈനൈറ്റ് ആയിട്ടുള്ള എലമെന്റുകളുണ്ട്, അല്ലെ ഇൻഫൈനൈറ്റ് ആയിട്ടുള്ള മെറ്റീരിയലിൻ്റെ ചെറിയ പാർട്ടുകളുണ്ട്. ഓക്കെ, അതിനെ നമ്മൾ ഫൈനൈറ്റ് ആയിട്ട് ഡിവൈഡ് ചെയ്തേക്കും. അതിൻ്റെ ജസ്റ്റ് ലെഫ്റ്റ് സൈഡിലുള്ള ഫിഗർ നോക്കിയാൽ അറിയാം. അതിനെ ചെറിയ ചെറിയ ഭാഗങ്ങളായിട്ട് ഡിവൈഡ് ചെയ്തേക്കുക. അത് 3 ഡയമെൻഷണൽ എലമെന്റുകളായിട്ടാണ് അതിനെ നമ്മൾ ഡിവൈഡ് ചെയ്തേക്കുന്നത്. ഓക്കെ, അത് ഏത് ടൈപ്പ് എലമെന്റുകളാണ് അതിൻ്റെ നമ്മൾ യൂസ് ചെയ്തേക്കുന്നത്? ടെട്രാഹെഡ്രൽ എലമെന്റുകളായിരിക്കും. ഇടയ്ക്ക് ചിലപ്പം ഹെക്സാഹെഡ്രൽ എലമെന്റും യൂസ് ചെയ്യുന്നുണ്ടായിരിക്കാം, നമുക്കറിയില്ല. സോ ദാറ്റ് ഡിപ്പെൻസ്. അപ്പം നമ്മൾ ആ പറയുന്ന പീസസിനെ ടെട്രാഹെഡ്രലോ ഹെക്സാഹെഡ്രലോ ഒക്കെ ആക്കി ഡിവൈഡ് ചെയ്ത് നമുക്ക് വേണ്ട അത്രയും നമ്പർ ഓഫ് എലമെന്റുകളായിട്ട് നമ്മൾ അതിനെ ഡിവൈഡ് ചെയ്തിട്ടാണ് നമ്മൾ സോൾവ് ചെയ്യുന്നത്. അപ്പം ഇങ്ങനെ ഡിവൈഡ് ചെയ്യുന്ന അല്ലെങ്കിൽ ഡിസ്ക്രീറ്റൈസ് ചെയ്യുന്ന ഈ പ്രോസസ്സിന് പറയുന്ന പേരാണ് മെഷിംഗ്. അല്ലെങ്കിൽ ഇപ്പുറമുള്ളത് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു സെമി സർക്കിൾ അല്ല, ക്വാഡ്രിലാറ്റർ, ഒരു സർക്കിളിന്റെ ക്വാഡ്രാണ്. അപ്പോൾ അതിനെ നമ്മൾ ഡിവൈഡ് ചെയ്തേക്ക് നോക്കിക്കേ. അകത്തെന്ന് പറഞ്ഞാൽ ട്രയാങ്കുലർ എലമെന്റ് ആയിട്ടാണ് ആദ്യം ഡിവൈഡ് ചെയ്യുന്നത്. ബി എന്ന് പറയുന്നത് നോക്കിയാൽ അറിയാം. അപ്പോൾ അതിനെ നമ്മൾ ട്രയാങ്കുലർ എലമെന്റ് ആയിട്ട് അതിനെ നമ്മൾ ഡിവൈഡ് ചെയ്തു. രണ്ടാമത്തേത് റെക്ടാങ്കുലർ എലമെന്റ് ആയിട്ട് രണ്ടാമത്തെ ഡിവൈഡ് ചെയ്തു. മൂന്നാമത്തേത് ക്വാഡ്രിലാറ്ററൽ എലമെന്റുകളായിട്ടാണ് മൂന്നാമത്തെ ഡിവൈഡ് ചെയ്തേക്കുന്നത്. മീൻസ് റെക്ടാങ്കുലർ ആൻഡ് ക്വാഡ്രിലാറ്ററൽ ഒരേപോലെ തന്നെ നമുക്ക് ഒരിപ്പോഴും ഡിവൈഡ് ചെയ്യാൻ പറ്റത്തില്ല. ഈ അറ്റം ഒക്കെ വരുമ്പോഴത്തേക്ക് നമുക്ക് വിചാരിക്കുന്ന രീതിയിലൊന്നും ഒരിക്കലും മെഷ് ചെയ്യാൻ പറ്റത്തില്ല. അതാണ് മെഷിങ്ങിന്റെ ഏറ്റവും പ്രധാനമായിട്ടുള്ള പ്രോബ്ലങ്ങളിൽ ഒന്നതാണ്. ഓക്കെ, ഇപ്പം ഏകദേശം മെഷിങ് എല്ലാവർക്കും പിടികിട്ടി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. വേറെ ഓക്കെ, ഇനി നമ്മൾ കാണാൻ പോകുന്നത് നോഡ്സ് ആൻഡ് കണ്ടിന്യൂറ്റിയാണ്. എന്തുവാണ് നോഡ്? നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നു, നേരത്തെ നിങ്ങൾ ഓൾറെഡി കണ്ടു എന്തുവാണ് ഈ ഒരു എലമെന്റ് എടുക്കുമ്പോഴത്തേക്ക് 2 എൻഡിൽ 1, 2 എന്നൊക്കെ പറഞ്ഞ് കണ്ടു. അപ്പോൾ എന്താണ് ഈ 1, 2 എന്നൊക്കെ പറയുന്നത്? ഈ 1, 2, 3 എന്നൊക്കെ പറയുന്നത് നോഡ് നമ്പറാണ്. അപ്പം സ്വാഭാവികമായിട്ട് സംശയം എന്തുവാണ് നോഡ്? വാട്ട് യു മീൻ ബൈ നോഡ്? നോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പോയിന്റ് അല്ല, അതിൻ്റെ 2 എൻഡിലുള്ള 2 പോയിന്റുകളെ അല്ല നോഡെന്ന് പറയുന്നത്. ഈ നോഡിലൂടെയാണ് ഈ പറയുന്ന ഫോഴ്സ്, ഡിസ്പ്ലേസ്മെന്റ് ഇതൊക്കെ സംഭവിക്കുന്ന ഈ നോഡിനാണ്. നമ്മൾ ഉപയോഗിക്കുന്ന ഫീൽഡ് വേരിയബിളിനുണ്ടാകുന്ന ഇതെല്ലാം സംഭവിക്കുന്ന ഈ നോഡിനാണ്. അപ്പോൾ ആ എലമെന്റ് എടുത്തു കഴിഞ്ഞാൽ എലമെന്റിന് ചിലപ്പോൾ 2 എൻഡുകളായിരിക്കും, അല്ലെങ്കിൽ 4 എൻഡുകളായിരിക്കും. അതിൻ്റെ ഇടയ്ക്ക് നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് ഒന്നും അറിയത്തില്ല. പിന്നെ നമ്മൾ സോൾവ് ചെയ്യുമ്പോൾ ഒരിക്കലും നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്തില്ല ആ ഭാഗങ്ങളെക്കുറിച്ച്. ആ ഭാഗങ്ങളിലുണ്ടാകുന്ന വ്യത്യാസങ്ങൾ നമ്മളെപ്പോഴും അപ്രോക്സിമേറ്റ് ചെയ്തേ എടുക്കത്തുള്ളൂ. അതിന് നമ്മളാണ് ഇന്റർപോളേഷൻ ഫംഗ്ഷൻസ് യൂസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഷേപ്പ് ഫംഗ്ഷൻ യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇപ്പം നോഡിലൂടെയാണ് നമ്മൾ ഫോഴ്സും സ്ട്രെസ്, ഡിസ്പ്ലേസ്മെന്റ്, സ്ട്രെയിൻ ഇതെല്ലാം വേരിയേഷൻസും ഉണ്ടാകുന്ന ഈ നോഡിലൂടെയാണ് ഇത് പാസ് ചെയ്ത് അടുത്ത നോഡിലെത്തുന്നത്. അതിൻ്റെ ഇടയ്ക്കുള്ള ഭാഗങ്ങളെക്കുറിച്ച് വി ആർ നോട്ട് അറ്റ് ഓൾ ബോതേഡ്. ഓക്കെ, ബോതേഡ് ആണ്, അങ്ങനല്ല ഞാൻ പറഞ്ഞത്. നമ്മൾ സോൾവ് ചെയ്യുമ്പം നമ്മൾ നോഡിനെയാണ് നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. ഓക്കെ, പിന്നെ കണ്ടിന്യൂറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലതരം കണ്ടിന്യൂറ്റികളുണ്ട്. ജോമെട്രിക് കണ്ടിന്യൂറ്റി ഉണ്ട്, മെറ്റീരിയൽ കണ്ടിന്യൂറ്റി ഉണ്ട്, ഓക്കെ, ബൗണ്ടറി കണ്ടിന്യൂറ്റി ഉണ്ട്, ബൗണ്ടറി കണ്ടീഷൻസിന് കണ്ടിന്യൂറ്റി ഉണ്ട്. ഇങ്ങനെ പലതരം കണ്ടിന്യൂറ്റി ഉണ്ട്. അപ്പോൾ ജോമെട്രിക് കണ്ടിന്യൂറ്റി അല്ലെങ്കിൽ ഡിസ്കണ്ടിന്യൂറ്റി എന്ന് വെച്ചേക്കുന്നത് നിങ്ങൾ ഈ ഫിഗറിൽ നോക്കുമ്പോൾ ആദ്യത്തെ ഫിഗർ കാണാം. അതിൻ്റെ ക്രോസ് സെക്ഷണൽ ഏരിയ ഡിഫറെൻ്റ് കുറഞ്ഞായി വരുന്നത്. അപ്പോൾ ജോമെട്രിക്കലി അതൊരു സ്റ്റേബിൾ എന്നല്ല, ഒരു ഈക്വൽ ആയിട്ടുള്ള ഒരു ഷേപ്പ് അല്ല അത്. അതിൻ്റെ ഏരിയയിൽ വ്യത്യാസം വരുന്നുണ്ട്. അപ്പോൾ അതിന് ജോമെട്രിക്കൽ ഡിസ്കണ്ടിന്യൂറ്റി ആണ് അവിടെ ഉള്ളത്. ഇനി അടുത്ത ഫിഗർ നോക്കി, ഒരു ലോഡിങ്ങിൽ ഉണ്ടാകുന്ന ഡിസ്കണ്ടിന്യൂറ്റി. ആദ്യത്തെ പകുതി വരെ, ആ നോഡിന് മുമ്പ് വരെയുള്ള ഭാഗം ചെറിയ ലോഡ്, ചെറിയൊരു UDL, അതിൻ്റെ അപ്പുറമുള്ളത് കുറച്ചുകൂടെ വലിയൊരു UDL എന്ന് വെച്ചാൽ യൂണിഫോം ഡിസ്ട്രിബ്യൂട്ടഡ് ലോഡിങ്. ഓക്കെ, ഇനി അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബൗണ്ടറി കണ്ടീഷൻസിലുള്ള വ്യത്യാസങ്ങൾ. ഓക്കെ, മൂന്നാമത്തെ വെച്ചാൽ മെറ്റീരിയൽ ഡിസ്കണ്ടിന്യൂറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ 2 ഇതെടുക്കുവാണെങ്കിൽ അതിൻ്റെ ഒരു ഭാഗം ഒരു എലമെന്റും വേറൊരു ഭാഗം വേറൊരു എലമെന്റും ആയിരിക്കും. അപ്പോൾ അതിൻ്റെ മെറ്റീരിയലിനൊരു ഡിസ്കണ്ടിന്യൂറ്റി ഉണ്ടായി. ഓക്കെ, അപ്പോൾ രണ്ടിൻ്റെ അവിടുത്തെ മോഡുലസ് ഓഫ് റിജിഡിറ്റി ഒക്കെ വളരെ ഡിഫറെൻ്റ് ആയിരിക്കും. അപ്പം ഉണ്ടാകുന്ന സ്ട്രെസ്സും ഒരേ ലോഡിന് രണ്ടിടത്തും കൊടുക്കുവാണെങ്കിൽ ഉണ്ടാകുന്ന സ്ട്രെസ്സും ഡിഫറെൻ്റ് ആയിരിക്കും. സോ ഇത്രയാണ് ഈ ഡിസ്കണ്ടിന്യൂറ്റി എന്ന് പറയുന്നത്. അപ്പോൾ നോഡ് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. നോഡ് നമ്പറിംഗ് ഉണ്ട്. ഇത് നേരത്തെ നോട്ട് എടുക്കുമ്പോഴത്തേക്ക് റീകളക്ട് ചെയ്യുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ഈ നോഡ് നമ്പറിനെ കുറിച്ചൊക്കെ മനസ്സിലാവും. ഡിസ്കണ്ടിന്യൂറ്റി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. കാരണം നമ്മൾ കണ്ടിന്യൂസ് ആണോ ഡിസ്കണ്ടിന്യൂസ് ആണോ എന്ന് അറിയുന്നതിനനുസരിച്ചായിരിക്കും നമ്മുടെ പ്രോബ്ലം സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന റിസൾട്ട് വേരി ചെയ്യുന്നത്. ചിലപ്പോൾ നമുക്ക്
കറക്റ്റായിട്ടല്ല നമ്മൾ ഇതിൻ്റെ കണ്ടിന്യൂറ്റികൾ മനസ്സിലാക്കുന്നതെങ്കിൽ നമുക്ക് കിട്ടുന്ന റിസൾട്ടും ടോട്ടലി ഡിഫറെൻ്റ് ആയിരിക്കും. ഓക്കെ, ഇനി അടുത്ത് നമ്മൾ കാണാൻ പോകുന്ന ഷേപ്പ് ഫംഗ്ഷനാണ്. എന്താണ് ഷേപ്പ് ഫംഗ്ഷൻ? ഓൾറെഡി ഞാൻ പറഞ്ഞു, ഷേപ്പ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്റർപോളേഷൻ ഫംഗ്ഷനാണ്. നമ്മൾ ഫീൽഡ് വേരിയബിളിനെ നമ്മൾ അതിൻ്റെ വാല്യൂ നമ്മൾ കമ്പ്യൂട്ട് ചെയ്യുന്നത് അതിൻ്റെ നോട്ട്സിലാണ്. എന്നിട്ട് നമ്മൾ അതിനെ വാല്യൂസിനെ നോൺ നോഡൽ പോയിന്റുകളിലോട്ട് അപ്രോക്സിമേറ്റ് ചെയ്യും. ഇപ്പം നമ്മളൊരു ബാർ എലമെന്റ് എടുത്തു, 1, 2 ആണ് അതിൻ്റെ അകത്ത് രണ്ട് എൻഡിലുള്ള നോഡുകൾ. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ലെങ്ത് ഉണ്ട്. ആ ലെങ്തിലുള്ള ഓരോരോ പോയിന്റിലുണ്ടാകുന്ന വാല്യൂസ് നമുക്ക് അറിയത്തില്ല. അപ്പോൾ ആ വാല്യൂസ് എന്താ ചെയ്യുന്നത്? അവിടുത്തെ ഇപ്പം ഡിസ്പ്ലേസ്മെന്റ് വെച്ചായിരിക്കും നമ്മൾ തുടങ്ങുന്നത്. അപ്പോൾ അവിടുത്തെ ഡിസ്പ്ലേസ്മെന്റിനെ നമ്മൾ അപ്രോക്സിമേറ്റ് ചെയ്യും നോൺ നോഡൽ പോയിന്റിൽ. അപ്പോൾ ആ അപ്രോക്സിമേറ്റ് ചെയ്യാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നതാണ് ഇന്റർപോളേഷൻ എന്ന് പറയുന്നത്. അതൊരു ഫംഗ്ഷൻ, ഇന്റർപോളേഷൻ ഫംഗ്ഷൻ ഉപയോഗിച്ചാണ് ഇതിനെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പം അതിനെ ഇന്റർപോളേഷൻ ഫംഗ്ഷൻ അല്ലെങ്കിൽ ഷേപ്പ് ഫംഗ്ഷൻ എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പം ഒരു എക്സാമ്പിളിൽ നമ്മളൊരു 3 നോഡൽ ട്രയാങ്കുലർ എലമെന്റ്, ഇപ്പം കാണിച്ചിരിക്കുന്ന പോലത്തെ ഒരു 3 നോഡൽ ട്രയാങ്കുലർ എലമെന്റ് എടുക്കുക. അപ്പോൾ അതിൻ്റെ അകത്ത് ഏത് പോയിന്റിലെയും ഫീൽഡ് വേരിയബിൾ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പം നമ്മൾ കാണാൻ പോകുന്ന ഫീൽഡ് വേരിയബിൾ ഡിസ്പ്ലേസ്മെന്റ് ആണ്. ഡിസ്പ്ലേസ്മെന്റിനെ നമ്മൾ സൂചിപ്പിക്കുന്നത് ഡെൽറ്റ അല്ലെങ്കിൽ തൽക്കാലം ഡി എന്നിരിക്കട്ടെ, ഡി ഓഫ് എക്സ് കോമ വൈ എന്നായിരിക്കാം. ഓക്കെ, അപ്പോൾ അവിടെ നമ്മൾ കണ്ടുപിടിക്കുന്നത് n1xy ഇൻറ്റു d1 പ്ലസ് n2xy ഇൻറ്റു d2 പ്ലസ് n3xy ഇൻറ്റു d3. അതായത് 1, 2, 3 3 നോഡൽ പോയിന്റുകളുണ്ട്. ആ 3 നോഡൽ പോയിന്റുകളുടെ ഭാഗത്തെ ഷേപ്പ് ഫംഗ്ഷനാണ് ഈ n1, n2, n3 എന്ന് പറയുന്നത്. അല്ലെങ്കിൽ അതിൻ്റെ ഇന്റർപോളേഷൻ ഫംഗ്ഷൻ. ഇന്റർപോളേഷൻ ഫംഗ്ഷന് കുറേ പ്രോപ്പർട്ടീസ് ഒക്കെ ഉണ്ട്. അതിൻ്റെ സം എപ്പോഴും 1 ആയിരിക്കാം. അങ്ങനെ കുറച്ച് ഷേപ്പ് ഫംഗ്ഷൻസ് ഒക്കെ ഉണ്ട്. ഓക്കെ, ഈ 5.1, 5.2, 5.3 എന്നൊക്കെ പറയുന്നത് ഇതിൻ്റെ അകത്ത് തന്നേക്കുന്നത്. ഞാൻ എക്സാമ്പിൾ ഡിസ്പ്ലേസ്മെന്റ് എടുത്തെങ്കിലും ഇതിൻ്റെ അത് പറഞ്ഞേക്കുന്നത് 5xy = n1xy 5.1 പ്ലസ് n2xy 5.2 പ്ലസ് n3xy 5.3. 5.1, 5.2, 5.3 എന്ന് പറയുന്നത് അതിൻ്റെ ഫീൽഡ് വേരിയബിളാണ്. ഫീൽഡ് വേരിയബിൾ ഇപ്പം നിങ്ങൾ അവിടുത്തെ സ്ട്രെസ് എടുക്കുക. സ്ട്രെസ് ഓഫ് xy എന്ന് എടുത്തു കഴിഞ്ഞാൽ സിഗ്മ xy = n1xy ഇൻറ്റു സിഗ്മ 1 പ്ലസ് n2xy ഇൻറ്റു സിഗ്മ 2 പ്ലസ് n3xy ഇൻറ്റു സിഗ്മ 3. ഓക്കെ, n1, n2, n3 ഒക്കെ നമ്മൾ കണ്ടുപിടിക്കണമെന്ന് മാത്രമേ ഉള്ളൂ. അതെന്ന് പറയുന്നത് ഷേപ്പ് ഫംഗ്ഷൻസ് ആണ്. അതിനൊരു യൂണിറ്റ് വാല്യൂ ആണ് ഒരു നോഡൽ പോയിന്റ്. അതിപ്പം 1ന്റെ എടുക്കുവാണെങ്കിൽ n1ന്റെ അവിടെ 1 ആണെങ്കിൽ n2ന്റെ അവിടെ അതിൻ്റെ സെയിം വാല്യൂ എന്ന് പറയുന്നത് 0 ആയിരിക്കാം. അത്രേ ഉള്ളൂ, വേറെ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ ഇത്രയാണ് ഫസ്റ്റ് മോഡ്യൂളിൻ്റെ പ്രധാനമായിട്ട് നിങ്ങളോട് പറയാനുള്ളത്. ഇപ്പോൾ ഏകദേശം ഒരു ഐഡിയ അല്ലെങ്കിൽ നമ്മൾ പഠിച്ചതിനെ കുറിച്ചൊരു പൊതുവായിട്ട് കുറേ കാര്യങ്ങൾ മനസ്സിലായി എന്ന് തോന്നുന്നു. ഓക്കെ, സോ ഇനി അടുത്ത വീഡിയോ കൊണ്ട് 6 മോഡ്യൂൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്യണം.